ഹായ്, എബ്രോഡ് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? UK ആണോ ഡ്രീം കൺട്രി? പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ റൂൾ ചേഞ്ച് കാരണം ആകെ സ്റ്റക്കായി നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഐ വിൽ ടെൽ യു സംതിങ്. ഞാനിപ്പോൾ ഇവിടെ UK വന്നിട്ട് ഏകദേശം 1.5 കൊല്ലം ആവാനായിട്ടുള്ളൂ. അപ്പോൾ ഈ 1.5 കൊല്ലത്തിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം. പാർട്ട് ടൈം ജോബിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിന് വേണ്ടി എങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്, നമ്മളതിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, പിന്നെ കുറേയൊക്കെ നമ്മളൊരു ലക്ക് പോലെയാണ് പാർട്ട് ടൈം ജോബ് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, നമ്മൾ എടുക്കുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ പണി കിട്ടുമെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനെടുത്ത കോഴ്സ് MBA ഗ്ലോബൽ മാർക്കറ്റിംഗ്. ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയർ പ്ലേസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഒരു 3 months ഒരു കമ്പനിയിൽ ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്ത്, ഇപ്പോൾ അത് കഴിഞ്ഞേരം ഞാൻ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഞങ്ങൾക്ക് തന്നു, ഞങ്ങളുടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു കമ്പനിയിൽ എനിക്ക് കിട്ടി. ഞാൻ അവിടെ 3 മാസം ജോലി ചെയ്ത്. പിന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ സ്റ്റുഡൻസിനെ കുറച്ച് ഗ്രൂപ്പാക്കിയിട്ട് ഓരോരോ കമ്പനിയിലേക്ക് അസൈൻ ചെയ്യും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഉള്ള വർക്കാണ് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിൽ ചെയ്യാനുള്ളത്. ഞങ്ങളെ യൂണിവേഴ്സിറ്റി ഞങ്ങളെ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കോഴ്സ് എടുത്ത എല്ലാവർക്കും ഒരു UK എക്സ്പീരിയൻസ് പഠിച്ച ഫീൽഡിൽ ഇപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവും. നമ്മളൊരു 100 കമ്പനിയിൽ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 കമ്പനിയിൽ നിന്നായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ കോൾ നമുക്ക് വരിക. പക്ഷേ ആ ഒരു സ്ട്രഗിൾ നമ്മൾ ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനൊരു പ്രോഗ്രസ് നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ലാസ്റ്റ്ലി ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നത് കൊച്ചിയിലുള്ള മെവെക്സ് മെൻറ്റർ എന്ന് പറഞ്ഞ ഏജൻസി ത്രൂ ആണ്. ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ലാസ്റ്റ് ഞാൻ ഇവിടെ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തത് ഓരാണ്. അപ്പോൾ എബ്രോഡ് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും നല്ലൊരു ഏജൻസി തപ്പി നടക്കുകയാണെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മെവെക്സ് മെൻറ്റർ. ഞാൻ ഓരോ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.